നീ പണ്ട് കുറേ നാൾ വെച്ചോണ്ടിരുന്നതല്ലട നാറി അവളെ. അവളിപ്പോൾ എൻ്റെ ഭാര്യയാണ്. ഇനി അങ്ങോട്ട് അവിഹിതം ഉണ്ടാക്കിക്കൊണ്ട് വരണ്ട കേട്ടോ, തടി കേടാകും. നടു റോഡിൽ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഉച്ചത്തിൽ അലറിക്കൊണ്ട് രാജേഷ് തൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിക്കവേ ആകെ പതറിപ്പോയി സന്തോഷ്. സുഹൃത്തെ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. നടന്നത് എന്താണെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ഒച്ച പുറത്തു വന്നില്ല. നിർത്തിക്കുമെന്നറി. ഇനി ഇതുപോലെ ആകില്ല എൻ്റെ പ്രതികരണം. രാജേഷ് ഒന്ന് നോക്കി കരുതുള്ളി രാജേഷ് നടന്നകന്നു. പെണ്ണ് കേസാണ് കേട്ടോ. ഇവനൊക്കെ വേറെ പണിയില്ലേ, വല്ലവൻ്റെയും ഭാര്യമാരുടെ പിന്നാലെ പോകുന്നു. ചുറ്റും നിന്നവർ കുത്തുവാക്കുകൾ പറയവേ ഇളിഭ്യനായി അവിടെ നിന്നും പതിയെ തിരിഞ്ഞു നടന്നു സന്തോഷ്. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ അവൻ്റെ ഉള്ളം നീറുകയായിരുന്നു. അപ്പോൾ ആ നടന്ന സംഭവത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. 2 വർഷങ്ങൾക്ക് മുന്നേ വരെ ആത്മാർത്ഥമായി സന്തോഷ് സ്നേഹിച്ചിരുന്നതാണ് രാജേഷിൻ്റെ ഭാര്യ ചിത്രയെ. അവളും തിരിച്ചു അങ്ങനെയായിരുന്നു. പക്ഷേ ജാതികൾ താഴ്ന്നവനും ഓട്ടോ ഡ്രൈവറുമായ സന്തോഷിന് മകളെ കെട്ടിച്ചു കൊടുക്കാൻ ചിത്രയുടെ അച്ഛൻ തയ്യാറായില്ല. അവൾ ഇറങ്ങിച്ചെല്ലുവാൻ തയ്യാറായിരുന്നു. പക്ഷെ അച്ഛൻ്റെ ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിൽ പരാജയപ്പെട്ടുപോയി. ചിത്രയുടെ വിവാഹവും കഴിഞ്ഞു. 1 വയസ്സുള്ള മകളുമുണ്ട്. ഭർത്താവ് രാജേഷ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് അവളെ വിവാഹം ചെയ്തത്. എന്നാൽ പലപ്പോഴും തമ്മിൽ തർക്കിക്കുമ്പോൾ ചിത്രയെ ജയിക്കുവാൻ അവൻ സന്തോഷിനെ അവർക്കിടയിൽ എടുത്തിടുമായിരുന്നു. ഇന്നിപ്പോൾ പകൽ വീട്ടിൽ നിന്നും സന്തോഷിൻ്റെ ഓട്ടോയിൽ ചിത്ര എവിടേക്കോ പോകുന്നത് കണ്ടു എന്ന് ഒരു സുഹൃത്ത് പറഞ്ഞത് കേട്ട് പ്രകാരമാണ് രാജേഷ് കലി തുള്ളി വന്നതും നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് സന്തോഷിനെ നാണം കെടുത്തിയതും. കവലയിൽ നിന്നും രാജേഷ് നേരെ പോയത് ബാറിലേക്കാണ്. അടങ്ങാത്ത കലിയിൽ പല്ലിറുമിയവൻ. നന്ദിയില്ലാത്തവള് കെട്ടി കൊച്ചുവായി, എന്നിട്ടും പഴയ കാമുകൻ്റെ പിന്നാലെ പോയേക്കുന്നു. കാണിച്ചു കൊടുക്കാൻ ഞാൻ. വീട്ടിൽ ചെല്ലട്ടെ. അമർഷം അടങ്ങാതെ കൗണ്ടറിന് മുന്നിലിരുന്ന് പിറുപിറുത്തു അവൻ. എന്താ സാർ, എന്തേലും പറഞ്ഞോ? സപ്ലയർ അരികിലേക്ക് ചെല്ലവെയാണ് പെട്ടെന്ന് താൻ എവിടെയാണെന്നുള്ള ബോധം രാജേഷിന് തിരികെ വന്നത്. ഹേയ്, ഒന്നുമില്ല. ഒരു ലാർജ് എടുക്ക്, റമ്മ മതി. ഓർഡർ കൊടുത്തുകൊണ്ട് പതിയെ തൻ്റെ ഫോൺ കയ്യിലേക്കെടുത്തു അവൻ. അത് സ്വിച്ച് ഓഫ് ആണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അനിയ, ഈ ഫോണൊന്ന് ചാർജിനിടോ, ഓഫാണ്, ഒന്ന് ഓണാക്കിയേക്കണേ. കൗണ്ടറിൽ നിന്ന് പയ്യൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോഴേക്കും മദ്യം എത്തിയിരുന്നു. ഒറ്റ വലിക്ക് തന്നെ അത് അകത്താക്കി അവൻ. തൊണ്ടയിലൂടെ കത്തി എരിഞ്ഞുകൊണ്ട് മദ്യം ഉള്ളിലേക്ക് പോകവേ മനസ്സിലെ പക കൂടുതൽ ഇരട്ടിച്ചു തുടങ്ങിയിരുന്നു. സാറേ, ദേ ഇതിൽ കുറേ മിസ് കോൾ ഉണ്ട് കേട്ടോ. 40 മിസ് കോൾസ്. ആരോ അർജൻറ്റായി വിളിക്കുന്നുണ്ട് സാറിനെ. ഫോൺ ഓൺ ആയ പാടെ ചാർജർ കണക്ഷനോട് കൂടി തന്നെ ആ പയ്യൻ രാജേഷിന് നേരെ വെച്ച് നീട്ടി. 40 മിസ് കോളോ? സംശയത്തോടെ അത് കയ്യിലേക്ക് വാങ്ങി ലോക്ക് മാറ്റി. ചിത്ര 34 കോൾസ്, അമ്മ 6. ഇതെന്താ സംഭവം? പെട്ടെന്നുള്ളിൽ ഒരു ആന്തലുണ്ടായെങ്കിലും അടങ്ങാത്ത ദേഷ്യം ഉള്ളിലുള്ളതിനാൽ തന്നെ ചിത്രയെ വിളിച്ചില്ല. ആദ്യം അമ്മയാണ് അവൻ വിളിച്ചത്. നീ ഇത് എവിടെ പോയി കിടക്കുവാടാ രാജേഷേ? എത്ര വിളിച്ചു ഞങ്ങൾ. വേഗം സിറ്റി ഹോസ്പിറ്റലിലേക്ക് വാ. അമ്മയുടെ വാക്കുകളിൽ ശകാരത്തിൻ്റെ സ്വരം നിഴലിച്ചു. എന്നാൽ ആ വാക്കുകൾ കേട്ടതോടെ അവൻ്റെ ഉള്ളിൽ ടെൻഷൻ ഇരട്ടിയായി. ഹോസ്പിറ്റലിലോ? എന്തുപറ്റി? മോനെ, പേടിക്കാനില്ല. അച്ചുമോളൊന്ന് വീണു. നെറ്റിയിലൊരു മുറിവ് പറ്റി. ചിത്ര മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പാവം, അവളും ആകെ പേടിച്ചു പോയി. ഭാഗ്യത്തിന് ഓടി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഓട്ടോ കിട്ടി. ദൈവം സഹായിച്ച നല്ലൊരു പയ്യനായിരുന്നു. ഇവളുടെ വെപ്രാളം കണ്ടിട്ട് അവൻ വേഗം ഇവിടെ കൊണ്ടുവന്നു. ഒരു ബന്ധുവിനെ പോലെ ഒപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്ത് ഞാൻ വന്ന ശേഷമാണ് പോയേ. മോളിപ്പോൾ ഓക്കെയാണ്. രക്തം കുറച്ച് പോയി. സമയത്തെത്തിച്ചുകൊണ്ട് വേറെ പേടിക്കാനൊന്നുമില്ല. ആ പറഞ്ഞത് കേൾക്കെ ഒരു നിമിഷം നടുങ്ങി രാജേഷ്. ഓട്ടോക്കാരനോ? അത് അയാളാണോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്? അവൻ്റെ ശബ്ദം ചെറുതായൊന്ന് വിറച്ചു. അതേ മോനെ, ചിത്രയുടെ നാട്ടുകാരൻ പയ്യനാണ്. പാവം, നല്ലൊരു ചെക്കൻ. അവനുള്ളതുകൊണ്ട് വേഗം ഡോക്ടറിനെയൊക്കെ പോയി വിളിച്ച് മോൾക്ക് പെട്ടെന്ന് ചികിത്സ കിട്ടി. ആ മറുപടിയോടെ രാജേഷിൻ്റെ നടുക്കം പൂർണ്ണമായി. അപ്പോൾ സുഹൃത്ത് പറഞ്ഞതുപോലെ സന്തോഷിൻ്റെ ഓട്ടോയിൽ ചിത്ര മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണോ? ദൈവമേ, കൃത്യമായി ഒന്നും അറിയാതെ സഹായിച്ചവനെയാണോ താൻ വെറുപ്പിച്ചു വിട്ടത്? ആ ചിന്തയിൽ AC ബാറിനുള്ളിലും അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ കിനിഞ്ഞു. നീ ഇത് എന്തോർത്തിരിക്കുവാടാ? വേഗം എങ്ങും വാചക്ക. ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത്രയും പറഞ്ഞ അമ്മ കോൾ കട്ടാക്കവേ പെട്ടെന്ന് വെപ്രാളത്തിൽ ബില്ല് പേ ചെയ്ത് പുറത്തേക്കിറങ്ങി രാജേഷ്. വേഗം കാറിനുള്ളിലെത്തി സിറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. അപ്പോൾ തെറ്റുപറ്റിയത് തനിക്കായിരുന്നു. ആ ഒരു ചിന്ത രാജേഷിനെ അലട്ടിക്കൊണ്ടിരുന്നു. പോകുന്ന വഴിയിൽ പെട്ടെന്ന് കവലയിൽ ഓട്ടോ സ്റ്റാൻഡിൽ സന്തോഷിനെ കണ്ടു അവൻ. വണ്ടി സൈഡാക്കി ഇറങ്ങവേ രാജേഷിനെ കണ്ട് സന്തോഷ് വീണ്ടും ഒന്ന് പരിങ്ങി. എന്നാൽ അരികിലെത്തിയ രാജേഷ് പെട്ടെന്ന് അവനെ ആലിംഗനം ചെയ്തു. സോറി, ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ കാരണമാണ് എൻ്റെ മോൾ. നന്ദിയുണ്ട്. ഒന്ന് നിവർന്ന് കൂപ്പ് കൈയോടെ അവൻ മുഖം കുനിച്ചു.
ആ ഒരു പെരുമാറ്റം സന്തോഷും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചേട്ടാ, സാരമില്ല, ഞാൻ അതപ്പോഴേ വിട്ടു. ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ല്, മോളിപ്പോൾ ഓക്കെയാണ്. അവൻ്റെ വാക്കുകളിൽ വല്ലാത്ത ആശ്വാസം നിഴലിച്ചു. നീയാണ് സഹായിച്ചതെന്ന് അമ്മ പറഞ്ഞു. നിന്നെയാ ഞാൻ നാണം കെടുത്തിയെ. രാജേഷിൻ്റെ ഉള്ളിലെ കുറ്റബോധം ഇരട്ടിച്ചുകൊണ്ടിരുന്നു. അത് വിട് ചേട്ടാ, ഇപ്പം മോളെ പോയി കാണു ചേട്ടൻ, ബാക്കിയൊക്കെ പിന്നെയല്ലേ. പുഞ്ചിരിയോടെ തന്നെ സന്തോഷ് തിരികെ അവൻ്റെ കാറിനരികിലേക്ക് കൊണ്ടുപോയി. ഒരിക്കൽ കൂടി സന്തോഷിൻ്റെ ചുമരിൽ ഒന്ന് തട്ടി തിരികെ കാറിലേക്ക് കയറി രാജേഷ്. ആ കാർ കണ്ണിൽ നിന്നും മറയുന്നത് ആശ്വാസത്തോടെ തന്നെ നോക്കി നിന്നു സന്തോഷ്. അവൻ്റെ ഉള്ളിലെ വിങ്ങൽ അപ്പോഴാണ് അവസാനിച്ചത്. ഹോസ്പിറ്റലിലെത്തി മോളെ കാണുന്നത് വരെ ആകെ ഒരു വെപ്രാളമായിരുന്നു രാജേഷിനും. എന്നാൽ മോൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടതോടെ ആശ്വാസമായി അവന്. പേടിക്കാനില്ല ഏട്ടാ, കൃത്യസമയത്ത് ആ ഓട്ടോക്കാരനെ കണ്ടത് ഭാഗ്യമായി. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഞാൻ കുഴഞ്ഞു പോയനെ. അത് പറയുമ്പോൾ ചിത്ര ഒന്നറച്ചത് ശ്രദ്ധിച്ചു രാജേഷ്. താൻ എന്ത് പറയുമെന്ന് പേടിച്ചിട്ട് അവൾ സന്തോഷിൻ്റെ പേര് മറച്ചു എന്ന് മനസ്സിലാക്കവേ ഒന്ന് പുഞ്ചിരിച്ചു അവൻ. ആ ഓട്ടോക്കാരനോ? പേടിക്കണ്ട, ധൈര്യമായി സന്തോഷിൻ്റെ പേര് പറഞ്ഞോളൂ താൻ. എൻ്റെ കുഞ്ഞിനൊരാപത്ത് വന്നപ്പോൾ സഹായിച്ചതിൻ്റെ പേരിൽ ഒരു പ്രശ്നത്തിന് വരില്ല ഞാൻ. ഇനി ഒരിക്കലും അവൻ്റെ പേര് പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കുകയില്ല. ആ മറുപടി ചിത്ര ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏട്ടാ, അതിശയത്തോടെ നോക്കുമ്പോൾ തന്നെ അവളുടെ മിഴികൾ തുളുമ്പിയിരുന്നു. ആ മിഴികൾ തുടച്ചുകൊണ്ട് ചിത്രയെ സ്നേഹത്തോടെ തൻ്റെ മാറോട് ചേർത്തു രാജേഷ്. ഞാൻ അറിഞ്ഞു എല്ലാം. ആദ്യ ഒരു തെറ്റിദ്ധാരണയിൽ അവനുമായി ചെറിയൊരു കച്ചറയുണ്ടാക്കി ഞാൻ. പക്ഷെ ഒക്കെയും അറിഞ്ഞപ്പോൾ നേരിട്ട് കണ്ട് മാപ്പ് പറഞ്ഞിട്ടാണ് വരുന്നേ. അതുകൂടി കേൾക്കെ ചിത്ര അവനോട് കൂടുതൽ പറ്റിച്ചേർന്നു. ഒക്കെയും കേട്ടുകൊണ്ട് മുറിയിലേക്ക് വന്ന അവൻ്റെ അമ്മയുടെയും മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.